വിതച്ചത് കൊയ്യാന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല, ഇത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇത് എവിടുന്ന് കൊണ്ടുവന്ന സീഡ് ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും വളർത്തിയെടുത്ത് ഇത്രയും ദിവസം കാത്തിരുന്ന് അതിൻ്റെ മണ്ണ് സെറ്റാക്കി എടുത്തതുപോലെ പൗലോസ് അപ്പോസ്തലൻ എത്രമാത്രം വേദനയിലൂടെ കടന്നു പോകുന്നു നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ 11-ാം അധ്യായത്തിൽ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു. എന്തിനാ? ഏകാഗ്രതയും നിർമ്മലതയും മനസ്സ് അത് നഷ്ടപ്പെട്ടു പോകാനിടയാണ്. അതുപോലെ തന്നെ ഇവിടെയും ഭയപ്പെടുകയാണ്. മാനസാന്തരത്തെ ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനനല്ല. അവിടെയും യേശു കർത്താവിനെ സംശയിക്കുകയാണ് അവർ. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ആയിരിക്കണം. നമ്മുടെ പ്രവാസ ജീവിതമാണ്. നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് എവരി വൺ. ഹല്ലേലൂയ. വിളവെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ അതൊരു ആത്മീയ വിളവെടുപ്പ്. നമ്മൾ ആ കറക്റ്റ് ചാനലിലൂടെ പോയി നമ്മളുടെ എത്രമാത്രം വേദനയിലൂടെയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കൊരിന്ത്യർ ലേഖനം 6 മുതലുള്ള അധ്യായത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഉടനീളത്തിൽ ഭയങ്കര പ്രശ്നത്തിലൂടെ പോകണം. സംശയങ്ങളാണ് ആളുകൾക്ക്. അവിടെയെല്ലാം താൻ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇതും നമ്മൾ വിളവെടുക്കുകയാണ്. രണ്ടാമത്തതും ഓക്കെ, നമ്മളിൽ ഫലമുണ്ടാകട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ആത്മീയ ഫലങ്ങളാണ്. നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യത്തോടുകൂടി കർത്താവിൻ്റെ സുവിശേഷ വേലയിലായിരിക്കുക. ഒന്നും പ്രതീക്ഷിക്കേണ്ട. ലീഡറും ആവണ്ട, സീനിയറും ആവണ്ട, ഒന്നും ആവണ്ട. കർത്താവിൽ നല്ലൊരു ഭടനായി നിങ്ങൾ ജയാളികളാകുക. ക്രിസ്തുവിൽ നിങ്ങൾ ജയാളികളാക്കുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് 2 പേരെ നമുക്ക് കിട്ടി. ഇയാൾ പച്ചയാണ്, ഇയാൾ വെള്ളയുമാണ്. പച്ചയും വെള്ളയും ഫാമിലി. ഓക്കെ, വെരി ഗുഡ്, അമേസിംഗ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവിടേക്ക് ഇത് ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഇതുപോലെ കർത്താവ് നമ്മളെ നട്ടുവെങ്കിൽ അത് വളർത്തുമാറാക്കുന്ന ദൈവം വിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറച്ചിരിക്കുന്നു. ധൈര്യത്തോടുകൂടി എഴുന്നേൽക്കുക, ആത്മാവിൽ വിധേയപ്പെടുക. എപ്പോഴും നിങ്ങളുടെ ആത്മീയ എരിവ് വർദ്ധിക്കട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം മുതൽ നിങ്ങൾ വായിക്കുന്നത് നല്ലതായിരിക്കും. ഹൃദയത്തിൽ ദൈവം നിങ്ങളോട് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയും സ്നേഹവും സന്തോഷവും കൃപയും വർദ്ധിക്കട്ടെ. ക്രിസ്തുവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും. നെവർ ഗീവ് അപ്പ്. ഹല്ലേലൂയ. നോ, ഗോഡ് ബ്ലെസ്.